ാണ് വേണ്ടത്. ഈ കേരള സർവകലാശാലയിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതായത് രാജ്ഭവനിൽ ഹെഡ്ഗേവാറിന്റെയും ഗോൾവാൾക്കറിന്റെയും ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ഥാപിച്ചതിനെതിരെ ഇപ്പോൾ SFI വലിയ സമരം നടന്നു. അതിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനകളോ ഒരു നിലപാടോ ഒരു അഭിപ്രായ പ്രകടനമോ നടത്തുന്നില്ല എന്നുള്ളതാണ്. അല്ല, ആദ്യം CPM പറയട്ടെ. പിണറായി വിജയനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററും ഗവർണറെ താരോലിക്കുകയും പിന്തുണയ്ക്കുകയും അല്ലേ ചെയ്യുന്നത്. ഞങ്ങളെ അങ്ങ് വിട്. ഞങ്ങൾ ഇതിനൊക്കെ നേരത്തെ എതിരാണ്. നേരത്തെയുള്ള ഗവർണറുടെ കാര്യത്തിലും ഈ ഗവർണറുടെ കാര്യത്തിലും ഒന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. ഗവർണർ എന്ന് പറയുന്നത് BJPയുടെ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങൾക്ക് അന്നും അഭിപ്രായമുണ്ട്, ഇന്നും അഭിപ്രായമുണ്ട്. അവിടെ വെക്കേണ്ട ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ്, അല്ലാണ്ട് ഗോൾവാർക്കറുടെയും മറ്റുള്ള RSS നേതാക്കന്മാരുടെയും ചിത്രമല്ല. അത് ഞങ്ങൾ പണ്ടും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടും MV ഗോവിന്ദൻ മാസ്റ്ററോടുമായിരുന്നു. അവരാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ RSS നേതാക്കളുടെ ചിത്രങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള ഗവർണറുടെ നീക്കം അപലപനീയമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതേപോലെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങേയടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ദേശീയ പ്രവർത്തക സമിതി അംഗങ്ങളടക്കമുള്ള എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ വിദേശ പര്യടനം കഴിഞ്ഞെത്തിയിട്ടും തരൂര് ഈ പ്രചരണ പരിപാടികൾ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അത് ക്ഷണിക്കാത്തത് കൊണ്ടാണോ അദ്ദേഹം ബോധപൂർവം വരാത്തതാണോ? അല്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിദേശത്ത് പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയത്. ശശി തരൂർ തീർച്ചയായും സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹം വന്നേനെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അദ്ദേഹം വിദേശത്തായിരുന്നല്ലോ. മറ്റേ ടീമിൻ്റെ ചുമതലയായിട്ട് അദ്ദേഹം വെളിയിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ലണ്ടനിൽ പോയെന്നാണ് അറിഞ്ഞത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വന്നേനെ, അതൊന്നും ഒരു സംശയമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്, ഒരു മനസ്സോടെയാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. UDFന് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇന്ന് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ആശാവർക്കർമാരുടെ സമരത്തോട്, ആശാവർക്കർമാരെ ഞാനിവിടെ കാണാൻ വന്നതാണ്. 128 ദിവസമായി ആശാവർക്കർമാരുടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുപോലെ അവരോട് അവജ്ഞ കാണിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. 128 ദിവസമായി സമരം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ ജാഥ നടത്തുന്നു. അവരെല്ലാ സമരമാർഗങ്ങളും അവർ ഉയർത്തിപ്പിടിക്കുന്നു. എന്നിട്ടും അവരുടെ പ്രശ്നങ്ങളോട് അനുകമ്പ കാണിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് അവരോടുള്ള കേരളത്തിലെ ജനങ്ങളോടുള്ള അധിക്ഷേപമാണ്.